സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ മൂവി റിവ്യൂ. സുഹൃത്തുക്കളെ, മാസ്ക് എന്ന് പറയുന്ന മൂവിയെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മൾ സംസാരിക്കാൻ വരുന്നത്. കവിനാണ് പടത്തിനകത്ത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്നത്. കവിൻ മാത്രമല്ല, ആൻഡ്രിയ ഉണ്ട്. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വികർണൻ അശോക് എന്ന് പറയുന്ന ആളാണ്. പുള്ളിയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. സോ സ്റ്റാർ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ കവിൻ, ആൻഡ്രിയ, പിന്നെ ചാർലി ഉണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാർ. എനിക്കതിനകത്ത് എല്ലാവരും ഒന്നും വലിയ പിടുത്തമൊന്നുമില്ല. നമ്മുടെ ജയിലറിൻ്റെ ഒക്കെ ഡയറക്ടർ നെൽസൺ ആണ് ഇതിൻ്റെ ഒരു സ്റ്റോറി നരേഷൻ പറഞ്ഞു പോകുന്നത്. പടത്തിൻ്റെ മ്യൂസിക് അധികം ജി വി പ്രകാശാണ്. ആൻഡ്രിയ ഇതിനകത്ത് വൺ ഓഫ് ദി പ്രൊഡ്യൂസറാണ്. സോ പടം ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ജോണറിലാണ് വരുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. സോ പടത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ വലിയ സുഖമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കാണാം, അത്രേ ഉള്ളു. ചുമ്മാ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിരിക്കാം, അത്രയൊക്കെ ഉള്ളു. എന്താ പറയുക, ഒരു ചെറിയ പ്ലോട്ട് പറയാമെന്നുണ്ടെങ്കിൽ കവിൻ്റെ ക്യാരക്ടർ ആക്ച്വലി വേലു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി ഒരു ഡിറ്റക്റ്റീവാണ്. പിന്നെ ആൻഡ്രിയയുടെ ആണെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്യുന്നത്. കവിൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, പുള്ളി എന്ത് ചെയ്താലും എല്ലാം എത്തിക്കലാണ്. അതായത് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പുള്ളി ചെയ്യുമ്പോൾ അത് എത്തിക്കലാണ്. എത്തിക്കൽ ഹാക്കിങ്, അല്ലെങ്കിൽ എത്തിക്കൽ സ്കാമിങ്, അല്ലെങ്കിൽ എത്തിക്കൽ മറ്റേ ഭീഷണിപ്പെടുത്തൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി എല്ലാം ചെയ്യുന്നത് എത്തിക്കലാണ്. സോ പുള്ളി ഫസ്റ്റ് ഹാഫ് ഫുള്ള് കംപ്ലീറ്റ് ഇവർ രണ്ടുപേരും ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തു വന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടർ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. ദെൻ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം ഈ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെ കണക്ട് ആവുന്നു, അതായത് ആൻഡ്രിയയുടെ ക്യാരക്ടറും കവിൻ്റെ ക്യാരക്ടറും തമ്മിൽ എങ്ങനെ കണക്ട് ആവുന്നു, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ട് കണക്ട് ആവുന്നു, ദെൻ ഇത് എവിടെ ചെന്ന് തീരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫ്. സോ ഇതിനകത്ത് ഒരു മെയിനായിട്ട് കാണിക്കുന്നത് മിഡിൽ ക്ലാസ് പീപ്പിൾസിന് ഒരു സിറ്റുവേഷൻ ഉണ്ടാകും, അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് കാണിച്ച ഒരു പടമാണ്. സോ മിഡിൽ ക്ലാസ് പീപ്പിൾസിന് കുറച്ച് മറ്റേ ധൈര്യം തരുന്ന കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അവർ നോക്കിയത്. ആ കാര്യമാണ് അവർ ഈ പടത്തിനകത്ത് കാണിച്ചു തരുന്നതും. സോ പടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ കുറേ പേരെ അൺവാണ്ടഡ് റിലേഷൻഷിപ്സ് കാണാം, പിന്നെ കുറേ അൺവാണ്ടഡ് കോമഡീസ് കാണാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പടത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പടം കവിൻ ഫാൻസിന് മീബി ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. ഇത് OTT ആകുമ്പോൾ കവിൻ ഫാൻസ് ചിലപ്പോൾ കുറേ അധികം കൊണ്ടാടും. തിയേറ്ററിലും കവിൻ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്, എൻജോയ്മെൻ്റ് ആണ്. അല്ലാത്ത പക്ഷം പടത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ്രിയയുടെ ക്യാരക്ടർ ആണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഒരു ഗാംഭീര്യം, ദേഷ്യം എന്നൊക്കെ രീതിക്കാണ് പുള്ളിക്കാരത്തിൽ നടക്കുന്നത്. ബട്ട് ഉണ്ടക്കണ്ണും മുളപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, ഇങ്ങനെ നോക്കും, അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. ഒരു നോട്ടം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ വെറുതെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാം എന്നല്ലാതെ ഒന്നും തന്നെ ഇല്ല. കവിൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കവിൻ ഒരു ഡിറ്റക്റ്റീവാണ് ഇതിനകത്ത്. സോ പുള്ളിയുടെ ആ ഒരു ജോബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ സ്പൈ ചെയ്യാനായിട്ട് കവിനെ അപ്പോയിൻറ്റ് ചെയ്യും. കവിൻ നടന്ന് ഇവരുടെ ഈ തെറ്റുപാടുകളെല്ലാം കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ തെറ്റുപാടുകളും കണ്ടുപിടിക്കും. എന്നിട്ട് ഇവിടുത്തെ തെറ്റുപാടുകൾ കണ്ടുപിടിച്ച് ഇവരുടെ അടുത്ത് ചെല്ലും. അതായത് കാശ് വാങ്ങിയ ആളുടെ ഓപ്പോസിറ്റ് ചെന്നിട്ട് അവിടുന്ന് കാശ് മേടിക്കും, ഇവിടുന്നും കാശ് മേടിക്കും. അപ്പോൾ ഈ രണ്ട് പേരുടെ കുറേ തെറ്റ് കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അൺവാണ്ടഡ് കാര്യങ്ങളൊക്കെ കവിൻ്റെ കാണുമല്ലോ. എന്നിട്ട് കവിനൊരു ആവശ്യം വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പുള്ളി ഇവർ രണ്ട് രീതിയിൽ ഉപയോഗിക്കും. സോ ഇതിനൊക്കെയാണ് മറ്റേ എത്തിക്കൽ സാധനങ്ങളെന്നൊക്കെ പുള്ളി പറഞ്ഞു പോകുന്ന പുള്ളിയുടെ ഒരു ക്യാരക്ടർ. സോ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം. സോ അതാണ് മാസ്ക് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, കവിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അല്ലാത്ത പക്ഷം വേറെ ഒന്നുമില്ല ഇതിനകത്ത്. സോ യെസ്, അപ്പോൾ അതാണ് മാസ്ക് എന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ അത്ര ഉള്ളടേ, ടാറ്റാ, ബൈ ബൈ.